ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സെറ്റ് എക്സാം ആർക്കൊക്കെ എഴുതാം, എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി. അപ്പോൾ ബി എഡ് കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ബി എഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എഴുതാൻ പറ്റുമെന്നുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അത് ക്ലിയർ ചെയ്യാം. ബി എഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് സെറ്റ് എക്സാം എഴുതാൻ. സെറ്റ് എക്സാം സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ബി എഡിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുള്ളൂ. അതായത് സെറ്റ് എക്സാം സെക്കൻഡ് സെം എഴുതുന്ന കുട്ടികൾക്ക് എന്തെഴുതാം, ബി എഡ് സെക്കൻഡ് സെം എഴുതുന്ന കുട്ടികൾക്ക് സെറ്റ് എക്സാം എഴുതാവുന്നതാണ്. അതിൻ്റെ കൂടെ പി ജി നിർബന്ധമാണ്. റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളൊരു പി ജി എടുത്തിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. പിന്നെ നമുക്ക് സെറ്റ് എക്സാമിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് സെറ്റ് എക്സാം നടക്കുന്നതെന്ന് വെച്ചാൽ 2 പാർട്ടായിട്ടാണ്. ഒന്ന് പാർട്ട് എ, സെക്കൻഡ് വണ്ണ് പാർട്ട് 2. അതായത് പാർട്ട് എയിൽ ജനറൽ നോളേജ് ആയിട്ട് സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അത് നമുക്ക് പൊതുവേ പാർട്ട് എയുടെ എക്സാം എന്ന് പറയുന്നത് മോർണിംഗ് തൊട്ടിട്ട് ഉച്ച വരെ പാർട്ട് എയും ഈവനിങ്ങിന് ശേഷം പാർട്ട് ബിയുമാണ് എക്സാം ഉണ്ടാവാറ്. ഈ പാർട്ട് എയിൽ 120 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അതുപോലെ പാർട്ട് ബിയിൽ 120 ക്വസ്റ്റ്യൻസ്. ഈ പാർട്ട് എയിൽ ജനറൽ നോളേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ബി എഡിന് പഠിച്ച ടീച്ചിങ് മെത്തേഡ്, അതുപോലെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നുള്ള അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ ജനറൽ നോളേജ്, കറൻറ്റ് അഫെയർ ഒക്കെ വരുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് പാർട്ടിൽ പാർട്ട് ബിയിൽ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇപ്പോൾ ഫിസിക്സ് ഉള്ളവർക്ക് ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് പാർട്ട് ബിയിൽ വരുന്നത്. പിന്നെ നമ്മൾ നെറ്റ് എക്സാം മാതിരി ഫുൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറല്ല നമ്മൾ പൊതുവേ സെറ്റ് എക്സാമിന് കാണാറുള്ളത്. മിതമായ രീതിയിൽ എന്താണ് കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചവർക്ക് നമുക്ക് ഫിസിക്സ് സെക്കൻഡ് പാർട്ട് ബി സെക്ഷൻ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളെ സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് കണ്ടീഷൻസ് ഓഫ് എലിജിബിലിറ്റിയാണ്. The candidate who have acquired master degree in the subject concerned with not less than 15% mark or equivalent grade and B.Ed degree in any discipline from any one of the university in Kerala or have acquired this qualification from any other university. നമുക്ക് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള B.Ed കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ 15% കുറയാത്ത മാർക്ക് വേണം പി ജിയിൽ. പിന്നെ ഒരുപാട് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. നോ ഏജ് ലിമിറ്റാണ് ഇവിടെ പറയുന്നത് സെറ്റ് എക്സാമിന്. ഈ പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എത്ര മാർക്ക് വേണം പാസ്സാവാൻ. ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ പേപ്പർ 1 40, പേപ്പർ 2 40, ടോട്ടൽ 48. പക്ഷേ ഇത് മാർക്കല്ല, മിനിമം പെർസെൻറ്റേജ് മാർക്കാണ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ് 40, 48 എന്ന് പറയുന്നത്. ഒ ബി സിൻ്റെ കേസിലാണെങ്കിൽ 35 പേപ്പർ 1 വേണം, പേപ്പർ 2 35, ടോട്ടൽ 45 വേണ്ടത്. ഈ SC/ST വിഭാഗമാണെങ്കിൽ 35, 40. ഇതിൽ പ്രധാനമായിട്ടും കുട്ടികൾക്കുള്ള സംശയം എന്ന് പറയുന്നത് നമുക്ക് പേപ്പർ 1 40% കിട്ടി, പേപ്പർ 2 40% കിട്ടി, ടോട്ടൽ 48 ഇല്ല, അപ്പോൾ നമ്മൾ പാസ്സാവത്തില്ല എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് പേപ്പർ 1 പാസ്സാവാൻ 40 വേണം, പേപ്പർ 2 പാസ്സാവാൻ 40 വേണം, ടോട്ടൽ 48 വേണം, എന്നാലേ സെറ്റ് എക്സാം പാസ്സാവുകയുള്ളൂ. ഇനിയിപ്പോൾ ഒ ബി സിൻ്റെ കേസിലാണെങ്കിലോ നമുക്കിപ്പോൾ പേപ്പർ 1
35% ഇല്ല. പേപ്പർ 2-ൽ 35%ഉം അതിൽ കൂടുതലും ഉണ്ട്. ടോട്ടൽ 45% ഉണ്ട്. അപ്പോഴും നമ്മൾ സെറ്റ് എക്സാം പാസ്സാവില്ല. കാരണം എന്താ, നമുക്ക് പേപ്പർ 1-ൽ 35% ഇല്ല. അപ്പോൾ നമുക്ക് പാസ്സാവാൻ മിനിമം ഈ മാർക്ക് പേപ്പർ 1-ലും പേപ്പർ 2-ലും ടോട്ടലുള്ള 45 ആവശ്യമാണ് പാസ്സാവാൻ. ഇനി നമുക്ക് എങ്ങനെയാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. പേപ്പർ 1-ൽ അക്വയർ ചെയ്ത മാർക്ക് പ്ലസ് പേപ്പർ 2-ൽ അക്വയർ ചെയ്ത മാർക്ക് ബൈ മാക്സിമം മാർക്ക് ഫോർ പേപ്പർ 1-ഉം പ്ലസ് പേപ്പർ 2 ഇൻറ്റു 100. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 120-നാണ്. ഒരു പേപ്പർ 1-ൽ 120, പേപ്പർ 2-ൽ 120-നാണ്. ഇനി നമ്മൾ മോസ്റ്റ് കുട്ടികളുടെ സംശയമാണ്, ചോദിക്കാറുള്ളൊരു സംശയമാണ്, നമ്മൾ ഈ ഫ്രാക്ഷൻ റൗണ്ട് ഓഫ് ചെയ്യുമെന്ന്. ഇതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻ കമ്പ്യൂട്ടിംഗ് മാർക്സ് ഫ്രാക്ഷൻ ഷാൾ ബി റൗണ്ടഡ് ഓഫ് ഓൺലി ടു ദ ഫസ്റ്റ് 2 decimal places in the calculation of aggregate percentage of mark. No rounding of mark shall be made for calculating the pass percentage for paper 1 and paper 2 separately. എന്താണ് പറയുന്നത്, നമുക്ക് അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ 2 decimal വരെ റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളെ പേപ്പർ 1-ലും പേപ്പർ 2-ലും സെപ്പറേറ്റ് ആയിട്ട് പാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ എന്തില്ല, റൗണ്ടിങ് ഓഫ് നടക്കുന്നതല്ല. പിന്നെയുള്ള കുട്ടികളുടെ സംശയം എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താൽ എങ്ങനെയാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. യുവർ സ്കോർ ഈക്വൽ ടു നമ്പർ ഓഫ് കറക്റ്റ് ആൻസർ ബൈ ടോട്ടൽ വാലിഡ് ക്വസ്റ്റ്യൻസ് ഇൻറ്റു ഒറിജിനൽ മാർക്ക്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, ഒറിജിനൽ ക്വസ്റ്റ്യൻസ് നമുക്ക് 120-നാണ്. ഇനിയിപ്പോൾ സപ്പോസ് 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തു, നല്ല പേപ്പറൊക്കെ നല്ല ടഫാണ്, അപ്പോൾ അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ 2 ക്വസ്റ്റ്യൻസാണ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സപ്പോസാണ് 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തു, അപ്പോൾ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ടാവും, 118 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് 80 മാർക്ക് കറക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, 80/118 ഇൻറ്റു 120. ഒറിജിനൽ മാർക്കാണ് 120-ന്. അങ്ങനെയാണ് നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ OBCയിൽ നമുക്ക് 35% എന്ന് പറയുന്നത് 42 മാർക്കാണ് പേപ്പർ 1-ലും പേപ്പർ 2-ലും 42 മാർക്ക്, ടോട്ടൽ 108 മാർക്കാണ്. ചില ഇയർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ 107, 106 കിട്ടിയ കുട്ടികളും പാസ്സായി പോവാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാസ്സായി ആ 107 മാർക്കിൽ പാസ്സായി പോകുന്നതാണ്. അല്ലാതെ ഓരോ ഇയറിലും മാർക്ക് കുറയും കൂടും ചെയ്യാറില്ല. ഇതൊരു ഫിക്സ്ഡ് ആണ്. 35% വേണം, 35% വേണം, ടോട്ടൽ 45% വേണം. ഇതൊരു ഫിക്സ്ഡ് ആണ്, ഇവർ തന്നിട്ടുണ്ട് പാസ്സാവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ചില കേസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 107, 106 കിട്ടിയ കുട്ടികൾ പാസ്സായി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫെബ്രുവരി 2026-ൽ ഫെബ്രുവരി 22-ലാണ് എക്സാം നടന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ജനറൽ പേപ്പറിൽ ഒരുപാട് മിസ്റ്റേക്ക്, അതായത് ഒരുപാട് ആൻസർ കീ തെറ്റിയിട്ടുണ്ട്. അത് നമ്മളെ അല്ലെങ്കിൽ കുട്ടികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്ടിഫൈഡ് ആൻസർ കീ ഒരു 20-25ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇന്ന് തൊട്ടിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റെക്ടിഫൈഡ് ആൻസർ കീ വന്നാൽ, റെക്ടിഫൈഡ് ആൻസർ കീ വന്ന ശേഷം ഒരു 2-3 ഒരാഴ്ചയുടെ ഉള്ളിൽ എന്തായാലും റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ സെറ്റ് എക്സാം എഴുതിയിട്ട് കിട്ടാത്തവരുണ്ടെങ്കിലും അല്ലെങ്കിൽ പാസ്സായവർക്ക് കൺഗ്രാജുലേഷൻ, കിട്ടാത്തവരുണ്ടെങ്കിൽ ഇനിയുള്ള നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ എങ്ങനെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ള ജനറൽ പേപ്പറിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസ്
ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് എക്സാമിന് പാസ്സാവാനുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.